പണ്ടത്തെ പാട്ടിൻ്റെ സിറ്റുവേഷൻസ് ഒന്നും അല്ല ഇപ്പോൾ വരുന്നത്. ഇപ്പോൾ കവിത വേണമെന്നോ അല്ലെങ്കിൽ പാട്ടിന് ഒരു യൂഷ്വൽ രചന വേണമെന്നോ ഒന്നൊരു നിർബന്ധമില്ല. ഇത് ഇപ്പോൾ ഞാൻ കേൾക്കാറൊന്നുമില്ല, ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. റാപ്പ് പോലെയൊക്കെ ഇപ്പോൾ വേടൻ എന്നൊക്കെ പറഞ്ഞിട്ട് ദേ ഡു സംതിങ് ഡിഫറെൻറ്റ്. പറയേണ്ട കാര്യങ്ങൾ പറയുന്നു, അത് നിന്ന മാതിരിയാണ് പറയണമെന്നുള്ളൊരു നിയമാവലിയിലൂടെ എല്ലാവരും പോകുന്നത്. കാരണം പടം എടുക്കുന്നതും സിറ്റുവേഷൻ എടുക്കുന്നതും ഇന്നത്തെ കുട്ടികളുടെ പ്രണയം തന്നെ വ്യത്യാസമല്ലേ. പണ്ട് കാലത്തെ പ്രണയം എങ്ങനെയാണ് അതിൻ്റെ ആ ഒരു ഭാവം. ഇന്ന് അതൊന്നുമില്ല, വളരെ കാഷ്വലല്ലേ പ്രണയം. 2 മിനിറ്റ് കൊണ്ട് ചിലപ്പോൾ ആ പ്രണയം പോയി അടുത്ത പ്രണയത്തിലേക്ക് പോകുന്നു അല്ലേ. ഒരു കുട്ടീനെ സ്നേഹിച്ചു, ജീവിതകാലം മുഴുവൻ ഒന്നുമില്ല, ഒരു ചുക്കുമില്ല. 2 ബ്രേക്കപ്പ് എന്നുള്ളൊരു വാക്ക് തന്നെ അവർ കണ്ടുപിടിച്ചതാ. അല്ലെങ്കിൽ തേച്ച് തേക്കുക എന്നൊക്കെ പറയുന്നത് ഇതൊരു ഫാഷനായി മാറി. ആർക്കും അങ്ങനെ ഡീപ്പായിട്ട് പ്രണയിച്ച് ആയുഷ്കാലം മുഴുവൻ നമ്മളുടെ പ്രണയിനി നമ്മളുടെ കൂടെ നമ്മുടെ ആത്മാവിൽ കൊണ്ടു കിടക്കുക അതൊന്നും ഇല്ലെന്ന്. അപ്പോൾ പാട്ടുകൾക്ക് എങ്ങനെയാണ് അതിൻ്റെ ആവശ്യമുണ്ട്? അങ്ങനത്തെ പാട്ടുകൾ വേണം, ആ ടൈം പാസിനുള്ള പാട്ടുകളേ വേണ്ടൂ. അപ്പോൾ അതുകൊണ്ട് അത് ഉണ്ടാക്കുമ്പോൾ അതിന് ആ ക്വാളിറ്റി വരുള്ളൂ. ക്വാളിറ്റി എന്നൊന്നും പറയാൻ പറ്റില്ല, മോശമല്ല. അത് ചെയ്യുന്ന ധർമ്മം അത് ചെയ്യുന്നുണ്ട്. അത് ബോറായി കഴിഞ്ഞാൽ ആ പാട്ട് വരുമ്പോൾ ജനം തിയേറ്ററിൽ നിന്ന് ഇറങ്ങി പോകുന്നുണ്ടെങ്കിൽ അപ്പോൾ അത് മോശമാണെന്ന് അർത്ഥം. അല്ലെങ്കിൽ അത് ചെയ്യുന്ന പണി അത് ചെയ്യുന്നില്ലേ. ഇപ്പോൾ പഴയ പാട്ടുകൾ വരുമ്പോഴും ചില പാട്ടുകൾ വരുമ്പോൾ പാട്ട് വന്ന ആൾക്കാർ മൂത്രമൊഴിക്കാൻ പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട് സിനിമാ തിയേറ്ററിൽ അല്ലേ. പണ്ട് ഒരു വലിയൊരു ഇതാണ്. മൂത്രമൊഴിക്കാൻ വേണ്ടിയിട്ട് പാട്ട് വരുമ്പോൾ പോടാ പിള്ളേരോട് പറയും, പാട്ട് വരുമ്പോൾ പോകും. അങ്ങനെ പാട്ട് വരുമ്പോൾ കുറേ പേര് പോകും. പാട്ട് നല്ലതായിരിക്കാം, എന്നാലും അത് പോയാലും കുഴപ്പമില്ല എന്നുള്ളൊരു സാധ്യത അവിടെ ഉണ്ട്. ഇന്നിപ്പോൾ അങ്ങനെ നമ്മൾ പാട്ട് വരുമ്പോൾ അങ്ങനെ ആരും ഇറങ്ങി പോകണം കണ്ടല്ലേ. കാരണം വളരെ കുറവേ പാട്ടുകളുള്ളൂ. അതും പാട്ടുകൾ സീനിലൂടെയാണ് പോകുന്നത്. ഈ പറഞ്ഞ പോലെ പാട്ടിനൊരു വരിയോ അതിന് സെപ്പറേറ്റ് ഒരു ഇമാജിനേഷനോ ഒന്നുമില്ല. ആ നടക്കുന്ന കാര്യങ്ങൾക്ക് പറ്റിയൊരു പാട്ടാണ് ഈ വരുന്നത്. അവർ ചെയ്യുന്നത് ഓട്ടോ ആണെങ്കിൽ ചാട്ടാണെങ്കിൽ സർക്കസ് ആണെങ്കിൽ അതിന് പറ്റിയൊരു പാട്ട്. അപ്പോൾ അത് ഇറ്റ് ഗോസ് വിത്ത് ദാറ്റ്. ഈ യേശുദാസ്, പി ജയചന്ദ്രൻ, MG ശ്രീകുമാർ, ചിത്ര, അതുപോലെ ഒരു ജനറേഷൻസ് ഇങ്ങനെ നിൽക്കുന്ന അങ്ങനെയുള്ള പാട്ടുകാർ പുതിയ ജനറേഷൻ ഉണ്ടാവുന്നില്ല എന്നൊരു. അങ്ങനെയുള്ള പാട്ടുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാട്ട് പാടിയിട്ട് ആൾക്കാർ പോകുന്ന അതിനൊരു കാരണം കൂടിയുണ്ട്. മെയിൻ കാരണം വേറെ ഒന്നുണ്ട്. യേശുദാസ് എന്ന് പറഞ്ഞാൽ ഈ ലോകം കണ്ടു കഴിഞ്ഞാൽ മഹാനായിട്ടുള്ള ഗായകൻ. അതേപോലെ ഒരു ഗായകൻ ഇനി അടുത്ത കാലത്തൊന്നും ഈ യുഗത്തിലുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം പാടി വച്ചിരിക്കുന്ന അതിൻ്റെ ഡൈനമിക്സ്, വെറൈറ്റീസ് ഓഫ് സോങ്സ്, എത്ര വർഷം, 50 കൊല്ലം, അതൊരു സംഭവമുണ്ട്. അതല്ലാതെ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് മ്യൂസിക് ഡയറക്ടേഴ്സ് എത്ര പേരുണ്ട്? ആ ചെന്നൈയിൽ എത്തിപ്പെടാൻ പറ്റുന്നവർ, അവിടെ 4 പേരെ കണ്ട് ചെയ്യുന്നവർ, 1, 2, 3, 4, 5 മ്യൂസിക് ഡയറക്ടേഴ്സ് സ്ഥിരമായിട്ട് ഇങ്ങനെ പോകും. ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ രവീന്ദ്രൻ, ജോൺസൺ, ഞാൻ, അങ്ങനെ കുറച്ച് പേര് വന്നു. ഇൻഡസ്ട്രി ചെന്നൈയിൽ തന്നെയാണ്. പിന്നീട് ഈ സാധനം കിട്ടു വന്നു. ഇത് പതുക്കെ എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു രൂപത്തിലേക്ക് എത്തി. എല്ലാവർക്കും പാട്ട് പാടാം, അങ്ങനെ ഒരു സാധ്യത, ഒരുപാട് ഓപ്ഷൻസ് വന്നു. പാട്ട് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഈ പടത്തിൽ 7 പാട്ടുണ്ട്. 7 പാട്ടുകാർ പാടി. പണ്ടാണെങ്കിൽ എല്ലാ പാടിയും യേശുദാസ് പാടും അല്ലേ. അതിന് പകരത്തിൽ 7 പാട്ടുകാരാ, 7 വ്യത്യസ്തമായിട്ട്. അപ്പോൾ ഇന്ന പാട്ട്. അപ്പോൾ ഇപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഒരുപാട് പാടാൻ പറ്റാത്തത്, ഒരു പാട്ട് ഇന്നത്തെ അന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര തന്നെ ഉള്ളൂ. യേശുദാസ്, ജയചന്ദ്രൻ, MG ശ്രീകുമാർ കഴിഞ്ഞ് വേറെ ആൾക്കാരില്ല പാടാൻ. ഇവരെ തന്നെയാണ് വീണ്ടും വിളിച്ചിട്ടുണ്ട്. ഷുവറാണ് അവർ പാടുന്നത് ഹിറ്റും ആവുന്നുണ്ട്. പക്ഷെ ഇന്ന് അങ്ങനെയാണല്ല. ഈ ഒരു പാട്ട് പാടി ഹിറ്റായി തന്നെ ഇരിക്കട്ടെ, അപ്പോൾ അടുത്ത ഒരു പടത്തിന് വേറൊരു പയ്യൻ പാടുന്നു, അതിനേക്കാൾ ഹിറ്റാവുന്നു. അപ്പം എന്ത് ചെയ്യും? പിന്നൊരു പാട്ട് വരുന്നു, അതൊരു വെറൈറ്റി, വ്യത്യസ്തമായിട്ടുള്ള ആലാപനം എന്ന് പറയുന്നത്, അത് ഹിറ്റാകുന്നു. അങ്ങനെ 100,000 പേര് ഒന്നിന് പുറകെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മൾ ഫ്രീ മാർക്കറ്റായിപ്പോയി. മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ആൾക്കാർക്ക് മാത്രം അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഇടമായിരുന്നു സിനിമ ഫീൽഡ്. അഭിനയത്തിൻ്റെ കാര്യത്തിലായാലും പാട്ടിൻ്റെ കാര്യത്തിലായാലും മ്യൂസിക് ഡയറക്ഷൻ ആയാലും ലിറിക്സ് ആയാലും
കുറച്ച് ആൾക്കാർക്ക് മാത്രം, അവിടെ എത്തിപ്പെടുന്നവർക്ക് മാത്രം പറ്റിയ ഒരു സംഭവമാണ്. ഈ ദുബായിലൊക്കെ പോകുന്ന പോലെ പണ്ട് കുറച്ച് പേരല്ലേ ദുബായിൽ പോയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴാ എല്ലാവരും എവരിബഡി ഈസ് ഗോയിങ്. ഫോറിൻ കൺട്രീസിൽ നിന്ന് എല്ലാ കുടുംബത്തിൽ നിന്നും ഒരു അംഗം അല്ലെങ്കിൽ 2 പേര് ഫോറിനിലായിരിക്കും, അധികം പേരും ഫോറിനിലായിരിക്കും അല്ലേ. അന്ന് അതുണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ അവസരങ്ങൾ കൂടുതലായി. അപ്പോൾ കൂടുതൽ ആൾക്കാർ വന്നു, അപ്പോൾ സെലക്ഷൻ വന്നു. അപ്പോൾ ഒരു പാട്ടുകാരനുണ്ടെങ്കിൽ ഇനി പാടിക്കൊണ്ട് നടക്കുന്ന ആ സ്വപ്നമൊക്കെ പോയി. പിന്നെ ഭാഗ്യത്തിന് ഒരു പാട്ട് പാടി ഹിറ്റായാലും അവൻ ഭയങ്കര ഹിറ്റായിട്ട് പോവും. ഇപ്പം ചില പാട്ടുകാരുണ്ടല്ലോ, ഇപ്പം വേടൻ അല്ലെങ്കിൽ ഡബ്സി, ഇവർ ഹനുമാൻ കൈൻ്റെ, ഇതെന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അധികമൊന്നും പറഞ്ഞ 1-2 മതി, ലൈഫ് സെറ്റിലാവും. അതേപോലത്തെ സംഭവമാണ്. അന്ന് വേറെ മാതിരിയായിരുന്നു, ഇന്നിപ്പോൾ വേറെ മാതിരിയാണ്. ഇൻഡസ്ട്രി ഈസ് ഡിഫറെൻറ്റ് നൗ. ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോർ പറഞ്ഞപ്പോ ഈ ഡാം 99 ഫിലിമിന് ഇന്റർനാഷണൽ ഓസ്കാർ നോമിനേഷൻ ഉണ്ടായിരുന്നു. അതിൽ 3 പാട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഓസ്കാർ നോമിനേഷനിലേക്ക് എത്തി. അതങ്ങനെ പോകാൻ കാരണം വാർണർ ബ്രദേഴ്സ് പടം കണ്ടു. അവർ പറഞ്ഞു ഇതിൽ ചാൻസ് മ്യൂസിക്കിനുണ്ട് കേട്ടോ. അതായത് സായിപ്പ് പറഞ്ഞാണ് വാർണർ ബ്രദേഴ്സ്, മ്യൂസിക്കിനുണ്ട്, അതുകൊണ്ട് നിങ്ങളിത് ഇതിന് അയക്കണം, ഓസ്കാറിന് അയക്കണം, മ്യൂസിക് നിങ്ങളുടെ മെയിനായിട്ട് നിങ്ങൾ പ്രൊമോട്ട് ചെയ്ത് അയച്ചോളൂ എന്നും പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ ആ പാട്ടുകൾ വിഷ്വലിൽ അധികമൊന്നുമില്ല പടത്തിൽ. അപ്പോൾ ഈ ഫോറിൻ ഫിലിംസിൽ കണ്ടിട്ടുണ്ടല്ലോ, ഇപ്പോൾ ടൈറ്റാനിക് വരെ ഒറിജിനൽ പടത്തിലുള്ള പാട്ടിനേക്കാൾ ഹിറ്റാവുന്നത് അവർ വേറെ ആൽബം ചെയ്തതാണ്, ഭയങ്കര ഹിറ്റ്. അതേപോലെ ആൽബമായിട്ട് ഇതിൽ പാട്ടുകൾ എടുത്തു, ഇതിനു വേണ്ടി എടുത്തു. ഈ പറഞ്ഞ പോലെ ഓസ്കാറിന് പോയി, അവിടെ നോമിനേഷനിൽ പോയി. പക്ഷേ ഫൈനൽ സെലക്ഷന് മുമ്പ് അത് ഫെയിലായതിൻ്റെ കാരണവും പാട്ട് മോശമായിട്ടല്ല. 5 പാട്ട് മിനിമം വേണം ഒരു പടത്തിൽ. 5 പാട്ടുണ്ടെങ്കിലേ ഈ മ്യൂസിക്കൽ ഇതിൽ മ്യൂസിക്കിൻ്റെ കാറ്റഗറിയിൽ ഓസ്കാർ കിട്ടുള്ളൂ. ഇതിൽ നോക്കിയപ്പോൾ ഈ പാട്ടിൽ മാത്രം 5 പാട്ട്, വേറെ ഈ പടത്തിൽ മാത്രം 5 പാട്ട്, വേറെ ഒറ്റ പടത്തിൽ 5 പാട്ടില്ല. അപ്പോൾ ആ കാറ്റഗറി എടുത്ത് കളഞ്ഞു. ഞാനപ്പോൾ അതൊരു ഭാഗ്യമായിട്ട് കരുതി. അതും കൂടി കിട്ടിയിരുന്നെങ്കിൽ നമ്മളുടെ പണി അവസാനിച്ചാൽ. ഇത്രയേ ഉള്ളൂ, സന്തോഷം. ഇതിപ്പോൾ കിട്ടിയിട്ട് എന്താണ്, ഓസ്കാർ കിട്ടിയ കാര്യമില്ല. നമ്മളിപ്പോഴും ചെയ്യുന്ന വർക്കിൽ നമുക്ക് സന്തോഷം ഉണ്ടാവുന്നുണ്ടോ, നമ്മളുടെ ആരോഗ്യം നന്നായിട്ടിരിക്കുന്നുണ്ടോ, നമുക്ക് ഇനിയും ശുഭപ്രതീക്ഷകൾ ഒരുപാടുണ്ടോ, അവിടെയാണ് നമ്മളുടെ ജീവിതത്തിനെ നമ്മൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശക്തിയും ധൈര്യവും കിട്ടുന്നത്. എല്ലാം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കാനേ പറ്റുള്ളൂ അല്ലേ. നമുക്ക് എപ്പോഴും പോവർട്ടിയാണ് നമ്മളുടെ ജീവിതത്തിൽ ഏറ്റവും നമ്മൾക്ക് ശക്തി നൽകുന്നത്. കാശുണ്ടാവും തോറും നമുക്ക് പിന്നെ അതിന് വേണ്ടിയിട്ട് താൽക്കാലിക ചില സുഖങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷെ മനസ്സിനെ ജീവിക്കാൻ നമുക്കൊരു എന്താ പറയുക ത്രില്ലുണ്ടാവില്ല. നമുക്ക് കിട്ടാണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് അതിനോടുള്ളൊരു അത് കിട്ടണമെന്നുള്ളൊരു മോഹം ഉണ്ടാവുക. ഈ മോഹമല്ലേ നമ്മളെ നാളേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നത്. ആ മോഹം നമുക്ക് ഇതെല്ലാം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ മോഹം അവിടെ കഴിഞ്ഞു. പിന്നെ ഇങ്ങനെ ബോറടിച്ച് ഡിപ്രഷനൊക്കെ അടിച്ചിരിക്കേണ്ടി വരും. ഒരു കാലഘട്ടത്തിൽ ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഭയങ്കര ലൗഡായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അതാ അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ പടങ്ങൾ കണ്ടു പോകും. ഞാൻ ഈ അടുത്തൊരു പടം പോയി കണ്ടു, എൻ്റെ അമ്മോ ചെവിടും കണ്ണും പോയി. ലൗഡ് ഒരു കാലത്താ, ഇന്നാണ് ലൗഡ്. എന്തൊരു ലൗഡാണ്. നിങ്ങൾ ഏത് പടം കണ്ടേന്ന് പറയണം കേട്ടോ. സോഫ്റ്റായിട്ട് ഭയങ്കര ലൗഡായിരുന്നു, ഇപ്പൊ ലൗഡല്ല, സോഫ്റ്റാണ്. സോഫ്റ്റായിട്ടുള്ള പടങ്ങൾക്ക് സോഫ്റ്റ് മ്യൂസിക് ഉണ്ടാവും. ലൗഡായിട്ടുള്ള പടങ്ങൾക്കൊന്ന് തിയേറ്ററിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാത് കേൾക്കാൻ പറ്റൂല, ഡയലോഗ് പോലും കേൾക്കാൻ പറ്റൂല പലപ്പോഴും. ഡയലോഗിൻ്റെ മേലെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സീനിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടാവും, ഡയലോഗ് കേട്ടാൽ പ്രശ്നം ഉണ്ടാവും, റോങ് ആയിരിക്കും. അപ്പം മ്യൂസിക് കയറ്റി വയ്ക്കും, ആൾക്കാർ ചിന്തിക്കട്ടെ. എന്നിട്ട് അവൻ അതിന് പ്രോപ്പറായിട്ടുള്ള ഒരു ഡയലോഗ് അവൻ്റെ മനസ്സിലവൻ കണ്ടിട്ട് പടം കണ്ടുകൊണ്ടിരിക്കും. അവിടെ പറഞ്ഞിട്ടുള്ളത് വേറെ ആയിരിക്കും. ഇവൻ മനസ്സിൽ കറക്റ്റായിട്ടുള്ള ഒരു ഡയലോഗ് ഇവർ സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ട് പടം ആസ്വദിക്കേണ്ടത് അവൻ്റെ ആവശ്യമാണ് അല്ലേ. അപ്പം എന്തായാലും കാശ് കൊടുത്തു, അപ്പോൾ അത് നന്നായിട്ട് ആസ്വദിക്കണമെന്ന് വിചാരിച്ചിട്ടല്ലോ കാണുന്നത്.
അത് അങ്ങനെ ലൗഡ്നെസ്സിനെ കുറിച്ച് ഇപ്പോൾ പറയണ്ട. ഇപ്പോൾ ഇംഗ്ലീഷ് പടങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വെൽ മെയിൻറ്റെയിൻ. നമ്മളുടെ ഇന്ത്യൻ പടവും ഇംഗ്ലീഷ് പടവും നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് പടത്തിൻ്റെ സൗണ്ട് വളരെ സബ്ഡ്യൂഡായിരിക്കും. മിക്സിംഗ് ലെവൽ തന്നെ എഞ്ചിനീയർമാർ പറയുന്നത് ഇപ്പോൾ നമ്മളിവിടെ ഇവർ ഒരു 7 മാക്സിമം ടോപ്പ് ഒരു 7 ഡിഗ്രി വെച്ചിട്ടുണ്ടെന്ന് വയ്ക്കുക, 7 ഇതുവരെ ഒരു അളവ്. നമ്മുടെ മലയാള പടവും ഹിന്ദി പടമൊക്കെ തമിഴൊക്കെ ആണെന്ന് വെച്ചാൽ തെലുങ്കൊക്കെ എന്ന് വെച്ചാൽ 8 പോകും, 8 പോകണം. അതിനെക്കുറിച്ചൊരു തമാശന് ഞാൻ പറയാം. അപ്പോൾ അതേ സമയത്ത് ഇംഗ്ലീഷ് പടം നോക്കി കഴിഞ്ഞാൽ 5 മേലെ പോവില്ല. കാരണം ഈ വേരിയേഷനാണ് നമ്മൾക്ക് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത്. നമ്മൾ വേരിയേഷൻ ഉണ്ടാക്കുന്നത് നമ്മൾ പതുക്കെ പറഞ്ഞിട്ട് ഉറക്കെ പറയുമ്പോൾ ഞെട്ടുന്നുണ്ടല്ലോ. നമ്മൾ ആദ്യം പറയുന്നത് വളരെ സോഫ്റ്റ് ആണെങ്കിൽ കുറച്ച് വലുതാക്കി പറഞ്ഞാൽ തന്നെ ഞെട്ടും. ഇത് ആദ്യമേ ഞെട്ടിച്ചു, പിന്നെ അതിൻ്റെ മേലെ ഞെട്ടിക്കണം, അപ്പോഴാണ് സ്പീക്കർ പൊളിയുന്നത്. മനസ്സിലായോ? ഇപ്പോൾ പണ്ട് തെലുങ്ക് ഒരു മ്യൂസിക് ഡയറക്ടർ ഉണ്ട്, ചക്രവർത്തി സാറാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വർക്കിനൊക്കെ ഞാൻ പോകാറുണ്ട്, വയലിൻ വായിക്കാൻ പോകാറുണ്ട്. അപ്പോൾ തെലുങ്ക് പ്രൊഡ്യൂസേഴ്സ് വരും. അവർ വരുമ്പോൾ ഈ നമ്മൾ അന്നത്തെ സ്റ്റുഡിയോസിൽ സ്പീക്കർ കണ്ടു കഴിഞ്ഞാൽ ഞെട്ടും. ഒരളമാരിയുടെ വലുപ്പമുള്ള സ്പീക്കേഴ്സ് വലുത് വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് മുമ്പിൽ നിന്നിട്ട് സാധാരണ സ്പീക്കർ ഉണ്ടാവും. വർക്ക് ചെയ്യുന്നതൊക്കെ ഈ സ്പീക്കറിലാണ്. പ്രൊഡ്യൂസർ വരുന്നു, കേൾക്കാൻ വരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഈ മറ്റേ ട്രെയിനിൻ്റെ ലിവർ ഞാക്കണ വരെ ഈ ലിവർ അങ്ങോട്ട് ഇടും, നേരെ അതിലേക്ക് കയറും. എൻ്റെ അമ്മ ഒരു സൗണ്ട് വരും അതിൽ നിന്ന്. കേട്ടിട്ട് ഇവരെ പ്രൊഡ്യൂസേഴ്സ് കൊടുക്കേണ്ട പൈസയുടെ ഡബിൾ കൊടുത്തിട്ട് അങ്ങോട്ട് പോകും. ഇഷ്ടംപോലെ കാശുണ്ടുള്ള പ്രൊഡ്യൂസേഴ്സാണ്, പറഞ്ഞ കാശിൻ്റെ ഇരട്ടി കാശ്. ഇത് കണ്ട് സന്തോഷത്തിൽ. ഇതൊക്കെ കഴിഞ്ഞിട്ട് രാത്രിയാകുമ്പോൾ റെക്കോർഡിംഗ് ഒക്കെ കഴിയുമ്പോൾ ഡയറക്ടർ അതിന് ഒരു ഔട്ട് കാസറ്റിൽ മേടിക്കും. ഈ സാധനം വീട്ടിൽ വന്ന് കേടുമ്പോൾ സൗണ്ട്. അപ്പോൾ വീട്ടിൽ പക്ഷേ ഇദ്ദേഹത്തിന് അത്ര കുഴപ്പം വരില്ല. ഈ സ്റ്റുഡിയോയിൽ ഞെട്ടിയ ആൾക്ക് അപ്പോഴും അയാൾക്ക് അത് അവിടെ കേട്ട ഓർമ്മയിൽ അദ്ദേഹം അത് ആസ്വദിക്കും. അപ്പോൾ വീട്ടിൽ അങ്ങേരുടെ ഭാര്യയോ അല്ലെങ്കിൽ അങ്ങേരുടെ അനിയനോ ചേട്ടൻ്റെ മക്കളോ പറയും, ഇതാണ് നിങ്ങൾ ഇത്ര വലിയ സംഭവം എന്ന് പറഞ്ഞത്, ഇതെന്താണിത്? ഇത് സംഭവിക്കും. ഇത് കുറേയൊക്കെ സൈക്കോളജിക്കലായിട്ടുള്ള എഫക്റ്റാണ്. പിന്നെ നമ്മൾ പറഞ്ഞില്ലേ ഈ പാട്ടുകൾ, നമ്മൾ നല്ല പാട്ട്, ഒരു പാട്ട് കേട്ട ഒരാൾക്ക് ഓരോരുത്തർക്കും ഓരോ പാട്ടുകൾ ഇഷ്ടപ്പെടും.